എന്തൊക്കെ ബഹളമായിരുന്നു കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിൽ വന്ന സമയത്ത്. PSG അല്ല റയൽ മാഡ്രിഡ്, ലീഗ് 1 അല്ല ലാ ലിഗ. അങ്ങനെ ഒരുപാട് പരിഹാസങ്ങളായിരുന്നു കിലിയൻ എംബാപ്പയ്ക്ക് റയലിൽ വന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്രീം ക്ലബിൽ എത്തിയ സമയത്ത് കിട്ടിയത്. കാരണം PSG ഒരു കണ്ടന്റ് ലീഗാണ് എന്നുള്ളൊരു പൊതു അഭിപ്രായമുണ്ടല്ലോ. നെയ്മർ അവിടെ പോയാലും മെസ്സി അവിടെ പോയാലും ഒക്കെ കണ്ടന്റ് ലീഗ് അല്ലാതെ ഇരിക്കില്ല എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു മെസ്സി നെയ്മറൊക്കെ അവിടെ പോയ സമയത്ത്. ഇപ്പോൾ കിലിയൻ എംബാപ്പെ റയലിൽ വന്ന സമയത്ത് അതൊന്നും കഥ. അത് മാത്രമല്ല, ആരാധകർ അല്ലെങ്കിൽ ഇങ്ങനെ അഭിപ്രായം പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. റയലിൽ വന്ന സമയത്ത് കിലിയൻ എംബാപ്പെ അത്ര നല്ല സ്ഥിതിയിലല്ലായിരുന്നു. ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ കഴിയാതെ അദ്ദേഹം റയലുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയങ്ങളെടുത്തു. ആ കാലയളവിലാണ് അദ്ദേഹം ഒരുപാട് ട്രോളിന് ഇരയായത്. കണ്ടന്റ് ലീഗൊക്കെ എടുത്തെടുത്ത് പറയാൻ തുടങ്ങിയ ആൾക്കാർ. ഇപ്പോൾ ഇതാ റയലിൽ അദ്ദേഹമാണ് മെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. വിനീഷ്യസ് ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പോൾ ലെഗാനസിനോട്ട് അവസാന മത്സരത്തിൽ 3-2 വിജയമാണ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയത്. ഇതിൽ 2 ഗോളുകളും കിലിയൻ എംബാപ്പയുടെ വക. ഈ ഒരു 2 ഗോളോട് കൂടിയൊരു റെക്കോർഡിനൊപ്പം അദ്ദേഹം എത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ റയലിൻ്റെ എക്കാലത്തെയും മികച്ച താരത്തിൻ്റെ ഒപ്പം അരങ്ങേറ്റ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. റയലിന് വേണ്ടിയിട്ട് 33 ഗോളുകൾ. ആ റെക്കോർഡിനൊപ്പം അദ്ദേഹം എത്തി നേരത്തെ 2 ഗോളോട് കൂടി. മത്സര ശേഷം അദ്ദേഹം പറഞ്ഞു, ഓൾറെഡി അദ്ദേഹം റൊണാൾഡോയുടെ ഒരു കടുത്ത ആരാധകനാണ്. അദ്ദേഹം ചെറുപ്പകാലത്തുള്ള റൊണാൾഡോയുടെ ഫോട്ടോ ഒക്കെ ചുമരുമ ഫ്രെയിം ചെയ്തുകൊണ്ട് അദ്ദേഹം ബെഡിൽ ഇങ്ങനെ എംബാപ്പെ ഇരിക്കുന്ന ഫോട്ടോകളൊക്കെ കുറച്ച് മുന്നത്തെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഫാനാണ് റൊണാൾഡോയുടെ. ഇപ്പോൾ ആ റെക്കോർഡ് തകർത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ റൊണാൾഡോയുമായിട്ട് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, അദ്ദേഹം എനിക്ക് ഉപദേശങ്ങൾ നൽകാറുണ്ട്, അദ്ദേഹത്തിൻ്റെ റെക്കോർഡിൻ്റെ ഒപ്പം എത്തിയതിൽ സന്തോഷമുണ്ട് എന്നൊക്കെ അദ്ദേഹം സംസാരിച്ചു. ഏതായാലും കിലിയൻ എംബാപ്പെ റയലിൽ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു വന്ന ഒരു സമയമല്ല, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ടീമിനോട്ട് പൂർണ്ണമായിട്ടും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്.